സംസ്ഥാനത്ത് ജൂൺ 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്ര. ആദ്യഘട്ടം ഓർഡിനറി ബസ്സിൽ മാത്രമാണ് സൗജന്യ യാത്ര അനുവദിക്കുക. പ്രായ വരുമാന വ്യത്യാസമില്ല. പ്രിയദർശിനി എന്ന പേരിലാകും സൗജന്യ യാത്രാ പദ്ധതി. ഇതിലൂടെ മാസം 70 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടാകും. KSRTCയെ സർക്കാർ സഹായിക്കും. കൂടുതൽ സർവീസുകൾ ഇറക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് ജൂൺ 15-ാം തീയതി മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. വരുമാനം കണക്കാക്കിയിട്ടില്ല, പ്രായം കണക്കാക്കിയിട്ടില്ല, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTCക്ക് അതിൻ്റെ വരുമാനക്കുറവ് വരും. ആ പണം സർക്കാർ KSRTCക്ക് നൽകും. UDF സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഇനി 5 ദിവസത്തെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. 15 മുതൽ തന്നെ പദ്ധതി നടപ്പിലാക്കുമെന്നതാണ് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, ആദ്യം ഓർഡിനറി സർവീസുകളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുക എന്നത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. എന്തായാലും പദ്ധതിയുമായി മുന്നോട്ട് തന്നെ അത് 15-ന് തന്നെ നടപ്പാക്കും എന്നത് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. മറ്റ് ബാധ്യതകൾ, ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അധിക ചെലവുകൾ, അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അതെങ്ങനെ വഹിക്കും എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത മുഖ്യമന്ത്രി വരുത്തുന്നുണ്ടോ? ഒപ്പം ഈ പദ്ധതിയിൽ ഗുണഭോക്താക്കളാകാൻ ഏതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടോ? എന്താണ് വിശദീകരിക്കുന്നത്? രേണുക, UDFന്റെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. നിങ്ങൾക്ക് വേളാങ്കണ്ണിയിലും എവിടെ വേണമെങ്കിലും തീർത്ഥയാത്രയ്ക്ക് പോകാം, സൗജന്യമായി പോകാമെന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പലതവണ ജനങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ അങ്ങനെ ദൂരയാത്ര പോകാൻ കഴിയില്ല. പകരം KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സൗജന്യ യാത്ര. അതിന് പ്രായഭേദമില്ല, വരുമാന ഭേദമില്ല. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സംസ്ഥാനത്തെ ഓർഡിനറി സർവീസുകളിൽ യഥേഷ്ടം യാത്ര ചെയ്യാം. അതുമാത്രമാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം. പ്രതിവർഷം 780 മുതൽ 800 കോടി വരെ അധിക ബാധ്യത KSRTCക്ക് ഉണ്ടാകും. ഈ പണം സർക്കാർ നൽകുമെന്നാണ് ഇപ്പോൾ നൽകുന്ന പ്രതിവർഷം നൽകുന്ന 1,500 കോടിക്ക് പുറമെ ഈ തുക കൂടി സർക്കാർ നൽകും എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത തീരുമാനമാണ് സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കാൻ. അതിന്റെ മാനദണ്ഡങ്ങളാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ചെയ്യാം, പക്ഷേ ഓർഡിനറി ബസ്സുകൾ ഇല്ലാത്തയിടങ്ങളിൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് സർക്കാരിന് മറുപടിയില്ല. മലബാറിൽ ഓർഡിനറി ബസ്സുകൾ വളരെ കുറവാണ്. അവിടെ ടൌൺ ടു ടൌൺ സർവീസുകളാണ് കൂടുതൽ നടക്കുന്നത്. തിരുവനന്തപുരത്തും KSRTC ഓർഡിനറി സർവീസുകൾ കുറവാണ്. കാരണം ഇവിടെ KSRTC ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം അത്ര അധികമില്ല. KSRTC ഇല്ലെങ്കിലും സ്വകാര്യ ബസ്സുകൾ അധികം സർവീസ് നടത്തുന്ന ജില്ല കൂടിയാണ്. അല്ലാത്തിടങ്ങളിൽ, ഓർഡിനറി ബസ്സുകൾ ഇല്ലാത്തിടങ്ങളിൽ എങ്ങനെയാണ് ഈ സൗജന്യ യാത്ര എന്ന ചോദ്യം ബാക്കിയാണ്. അതിനിപ്പോൾ സർക്കാരിന് മുന്നിൽ മറ്റു വഴികളില്ല. ഇപ്പോൾ ഓർഡിനറി ബസ്സുകൾ ഉള്ളയിടങ്ങളിൽ സൗജന്യമായ യാത്ര ചെയ്യാമെന്ന് മാത്രമാണ് സർക്കാർ നൽകുന്ന ഗ്യാരണ്ടി. ഇത് തുടർ പഠനങ്ങൾക്ക് വിധേയമാക്കും. എങ്ങനെയാണ് പദ്ധതി മുന്നോട്ട് പോകുമെന്ന് തീരുമാനിക്കും. ആദ്യഘട്ടത്തിൽ ഇത് മാത്രമാണ് സർക്കാർ നൽകുക. പിന്നീട് KSRTC സ്വയം വരുമാനം മെച്ചപ്പെടുത്തുന്ന വഴികൾ കൂടി തേടാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് സർക്കാരിന്റെ സഹായമുണ്ട്. പരസ്യം അടക്കമുള്ള കാര്യങ്ങളിലൂടെ KSRTC വരുമാനം വർദ്ധിപ്പിച്ച് മറ്റ് സർവീസുകളിലേക്കും ഇത് നീട്ടാനുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ സർക്കാരിനുള്ളത്. പക്ഷേ ഇതിനകം തന്നെ വിമർശനം ഉയർന്നു വന്നു. സ്ത്രീകൾ സർക്കാർ വോട്ട് നൽകിയത് മുഴുവൻ സർവീസുകളിലും യാത്ര ചെയ്യാനുണ്ട്. പക്ഷേ ഇപ്പോൾ അതിന് സർക്കാരിന് സാമ്പത്തികമായി കഴിയില്ല. അതുകൊണ്ട് ഓർഡിനറി സർവീസുകളിലേക്ക് മാത്രം ഇത് ചുരുക്കുകയാണ്. അതിനെതിരെ വിമർശനവും ഒരു ഭാഗത്തുണ്ട്. പക്ഷേ സർക്കാർ ഇപ്പോൾ ഒരു തീരുമാനം നടപ്പാക്കിയെന്ന വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ പ്രഖ്യാപനമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയത്. ശരി, പൂർണ്ണ രൂപത്തിലല്ല എങ്കിൽ പോലും സർക്കാർ വാഗ്ദാനം പാലിക്കുന്നു എന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. 15 മുതലാണ് ഈ പദ്ധതി നടപ്പിലാക്കുക. അത് ഓർഡിനറി ബസ്സുകളിലായിരിക്കും ആദ്യം നടപ്പാക്കുക. VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.